ആയിക്കോ എന്താ ചൈക്ക് ഫോണിൽ തന്നെ നോക്കണമെന്നുണ്ടോ? എന്നാലും അങ്ങോട്ട് നോക്കാം. അഭിനയിക്കുന്ന പോലെ ഇരിക്കാൻ നാച്ചുറൽ ആയിട്ട് ഇരിക്കും. അതാ ഞാൻ പറയുന്നത് എന്താന്ന്. അല്ലാതെ ഇതിൽ നോക്കും. അയക്കെന്നെ നോക്കുമ്പോ. ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കണ്ടിട്ടോ ഞാൻ പോകും. ആദ്യമായിട്ടാണ് ഇവരെ വെച്ചിട്ടൊരു വീഡിയോ എടുക്കുന്നത്. അതാണ് നിർത്താൻ പറ്റുന്നില്ല, കുറെ ടേക്ക് എടുത്ത് ശരിയായില്ല. അപ്പൊ എന്തായാലും ഞാൻ എന്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിലും ഇൻസ്റ്റാഗ്രാമിലും കുറച്ച് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളോട് 3 പേരോടായിട്ട്. അപ്പം ഒരു 100-ലേറെ ക്വസ്റ്റ്യൻസ് രണ്ടിനും കൂടെ വന്നിട്ടുണ്ടായാല് വേണ്ടത് മാത്രം കുറച്ചെടുത്തിട്ട് ഒരു 10-15 അല്ലെങ്കിൽ 10 മാത്രം ആൻസർ തരാമെന്ന് വിചാരിച്ചു. എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസും, അതായത് കമന്റ്സിൽ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, അപ്പൊ അതിന് റിപ്ലൈ തരാമെന്ന് ഓർത്ത് കുറച്ചൊക്കെ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് കാണുന്നില്ല. അപ്പൊ ക്വസ്റ്റ്യൻസ് ഓരോന്നായിട്ട് വായിക്കാം. ഞാൻ ഇവരോട് പറഞ്ഞു ജെന്യൂൻ ആയിട്ടുള്ള ആൻസർ മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി, വീഡിയോ ആണെന്ന് ഓർത്തിട്ട്, അതായത് ഇല്ലാത്തത് ഉണ്ടാക്കിയൊന്നും പറയണ്ടെന്ന്. അതുകൊണ്ട് ഞങ്ങൾ 3 പേര് ജെന്യൂൻ ആയിട്ടുള്ള കാര്യം മാത്രമേ പറയത്തുള്ളൂ. എന്തായാലും ഒരുപാട് വലിച്ചു നീട്ടാതെ ക്വസ്റ്റ്യൻ വായിച്ചു തുടങ്ങാം. ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ കസിൻ്റെ വീട്ടിലാണ് വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ്. മഴ നനഞ്ഞ് ആകെ ഫുള്ള്, ഞങ്ങൾ 2 പേരും, ഇയാൾ നേരത്തെ വന്നു, ഞങ്ങൾ 2 പേരും ഫുള്ള് നനഞ്ഞട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് എൻ്റെ മുടിയൊക്കെ ഇങ്ങനെ. എന്തായാലും സമയമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻസ് ഒക്കെ വായിച്ച് തുടങ്ങട്ടെ. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. നിങ്ങൾ തമ്മിൽ എപ്പോഴെങ്കിലും ചെറിയ പിണക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ആൻസർ പറയേണ്ട നിങ്ങളാണ്. ഇല്ല. ആര് തമ്മിൽ? നമ്മള് തമ്മിൽ എപ്പോഴെങ്കിലും? ഞാൻ കല്യാണത്തിന് മുമ്പ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് കല്യാണം കഴിഞ്ഞപ്പോഴത്തേക്ക് മാറിയിട്ട എന്താന്നും പറയുന്നില്ല. ഞാൻ കല്യാണത്തിന് മുമ്പും ഇല്ല പിമ്പും ഇല്ല, എപ്പോഴും ഇല്ല. മുന്നോട്ടും അങ്ങനെ തന്നെ ആവട്ടെ. പിന്നെ അടുത്തത് 2 നാത്തൂന്മാരുടെയും നെയിം കൂടുതൽ ഫ്രണ്ട്ലി ഏത് നാത്തൂനുമായാണ്? പേര് പറഞ്ഞു. എന്റെ പേര് ഷംന. പറ. അല്ലാതെ എന്താ ഫ്രണ്ട്ലി അങ്ങനെയൊക്കെ ഇല്ല. രണ്ടാളോട്ടും ഒരേപോലെ തന്നെ. പക്ഷെ ചെറിയതാണ് കൂടുതലും വന്നു പോകുന്നത്. എന്തെങ്കിലും വരത്തുള്ളൂ. അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നത്. 2 പേരോടും ഒരുപോലെയൊക്കെ തന്നെ. അങ്ങനെ പ്രത്യേകിച്ച് ഒരാളോട് ഇങ്ങനെ ഒരാളോട് അങ്ങനെ അങ്ങനെയൊന്നുമില്ല. അപ്പൊ അതാണ് അതിനുള്ള ആൻസർ. പിന്നെ നാത്തൂൻസിന്റെ നല്ല ക്വാളിറ്റി എന്താണ്? നാത്തൂൻ വന്നതിന് ശേഷം ഞാൻ എന്റെ ഇട്ട ഡ്രസ്സ് ഇന്നേ വരെ അലക്കിയിട്ടില്ല. അതിന് ഏറ്റവും വലിയ ക്വാളിറ്റി. വന്നാലും ഞാൻ 1.5 വർഷം കഴിഞ്ഞില്ലേ ഇപ്പൊ അത്രയും കാലം എന്റെ ഇട്ട ഡ്രസ്സ് വരെ ഞാൻ അലക്കിയിട്ടില്ല. വീട്ടിൽ വന്നാല് കുക്കിങ്ങിന് സഹായിക്കും, അത്ര മാത്രം. ഞാനും അലക്കിയിട്ടില്ല. പിന്നെ ഞങ്ങളെ വീട്ടിലെ വാഷിംഗ് മെഷീനുകളാണ്. പിന്നെന്താ, ഞാൻ പറയാനാണെങ്കിൽ മനസ്സിൽ വെച്ചിട്ട് പെരുമാറുന്ന സ്വഭാവം ഇല്ല. ഞാൻ കണ്ടെടുത്തോളം 2 പേർക്ക് ഇല്ല. എന്തുണ്ടെങ്കിലും അപ്പോൾ അത് അപ്പം പറയും, അപ്പം തീർക്കും. അതെനിക്ക് നല്ലൊരു ക്വാളിറ്റി ആയിട്ട് തോന്നി. കാരണം മനസ്സിൽ വെച്ച് മറ്റുള്ളവരോട് കടന്ന് പറയുക, അല്ലെങ്കിൽ മനസ്സിൽ വെച്ച് നമ്മളോട് പെരുമാറാതിരിക്കുക, അതൊക്കെ നല്ലൊരു ക്വാളിറ്റി അല്ലേ. അപ്പം അതാണ്. പിന്നെ അടുത്ത നോക്കട്ടെ. ഞാനിങ്ങനെ നോക്കി വെച്ചിട്ടൊന്നുമില്ല, സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അങ്ങനെ നോക്കി വായിക്കുകയാണ്. മൂത്ത നാത്തൂനായിട്ടൊരു ഡിസ്റ്റൻസ് ഫീൽ ചെയ്തു, എന്താണ്? അവരുടെ ഗുഡ് ആൻഡ് ബാഡ് ക്വാളിറ്റി, അവരുടെ ഏജ്. മൂത്ത നാത്തൂനായിട്ട് ഡിസ്റ്റൻസ് ഫീൽ ചെയ്തത് കാരണം ഇതാണ്. കാരണം വല്ലപ്പോഴേ വരത്തുള്ള ലീവ് കിട്ടുമ്പോൾ മാത്രം. എപ്പോഴും ഇയാളാണ് വരുന്നത്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നത്. പിന്നെ ഗുഡ് ആൻഡ് ബാഡ് ക്വാളിറ്റി അങ്ങനെ വെച്ചെന്താ, ഗുഡ് ക്വാളിറ്റി എന്താണെന്ന് വെച്ചാൽ ആളെന്ത് വാങ്ങിച്ചാലും എനിക്ക് വാങ്ങിച്ചു തരും. അത് നല്ലൊരു ഗുഡ് ക്വാളിറ്റിയാണ്. പിന്നെ ബാഡ് ക്വാളിറ്റി എന്ന് അങ്ങനെ പറയാൻ മാത്രമൊന്നും ഇല്ല. പെട്ടെന്ന് പിണങ്ങുന്ന ആളാണ് കേട്ടോ. എന്തെങ്കിലും ചെറിയ കാര്യം മതി പെട്ടെന്ന് പിണങ്ങും. പക്ഷെ അത് കുറച്ച് ഞാൻ മാറുകയും ചെയ്യും. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, ചെറിയതെന്ന് നാത്തൂനെ വിളിക്കാൻ കാരണം എന്താണ്? അത് ഓമന പേരാണോ? അതെ, ഓമന പേരല്ല, കുഞ്ഞിലെ തൊട്ട് വിളിക്കാൻ തുടങ്ങിയത്. അത് ഉമ്മാക്ക് ഞാനുണ്ടായി കുറെ കാലം കഴിഞ്ഞതിന് ശേഷമാണ് സിനാജ് ഉണ്ടായത്. അങ്ങനെയാണ് ഇന്നെ അങ്ങനെ പേരിട്ടത്. ഞാൻ 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴാണ് സിനാജ് ഉണ്ടായത്. അപ്പൊ ഇവര് തമ്മിൽ അത്യാവശ്യം ഏജ് ഡിഫറൻസ് ഉണ്ട്. ഇവർ 2 പേരും ഷിനാജായിട്ട്, ഇവര് തമ്മിലല്ല, ഇവര് 2ഉം ഷിനാജായിട്ട് നല്ല ഏജ് ഡിഫറൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ചെറിയതുണ്ടായി കഴിഞ്ഞ് കുറെ നാൾ കഴിഞ്ഞിട്ടാണ് ഷിനാജ് ഉണ്ടായത്. 5ാം ക്ലാസ് പഠിക്കുമ്പോഴാണ്. അതാണ് ഏറ്റവും ചെറിയ കുട്ടിയല്ലേ ഇപ്പൊ, അതുകൊണ്ടാണ് അങ്ങനെ പേരായത്. പിന്നെ നാത്തൂൻസിന് ജോബ് ഉണ്ടോ? അവർ 2 ആളും ഇപ്പോൾ എവിടെയാണ്? 2 ആളും നഴ്സായിരുന്നു. ഞാൻ വളാഞ്ചേരി നിസാർ ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്തിരുന്നത് 2 വർഷം. കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 17 വർഷമായി. ഇപ്പോൾ ജോലിക്കൊന്നും പോണില്ല. കല്യാണം കഴിഞ്ഞിട്ട് ഒരു 2-3 മാസം വണ്ടൂര് മിംസ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ പോലില്ല, ഇപ്പൊ വീട്ടിലാണ്, ഹൗസ് വൈഫാണ്. ഞാൻ ഇപ്പൊ വർക്ക് ചെയ്യുന്നുണ്ട്, പത്തനംതിട്ടയാണ് ഇപ്പൊ വർക്ക് ചെയ്യുന്നത്.
അതിന് മുന്നേ ആസ്റ്റർ മെഡിസിറ്റിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. കുറെ സ്ഥലത്ത് ആള് അതായത് കോഴ്സ് ഇറങ്ങി കഴിഞ്ഞ മുതൽ അന്ന് മുതൽ ഇന്ന് വരെ വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ നിർത്തിയിട്ടൊന്നും ഇല്ല. ചെറിയത് പിന്നെ കല്യാണം കഴിഞ്ഞപ്പോൾ അങ്ങനെ നിർത്തി. ഇപ്പം പത്തനംതിട്ടയിലാണ് വർക്ക് ചെയ്യുന്നത്. ചെറിയത് ഇപ്പം ജോബിന് പോണില്ല. വലിയ നാത്തൂന് കുട്ടികളുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇല്ല, അത് ഞാൻ എൻ്റെ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞു, ഏതോ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. സെപ്പറേറ്റ് ആണ് കല്യാണം കഴിഞ്ഞിട്ട്, കുട്ടികളൊന്നും ഇല്ല, ആള് ഒറ്റയ്ക്ക് തന്നെയാണ്. പിന്നെ ഏത് നാത്തൂനെയാണ് കൂടുതൽ ഇഷ്ടം? അതൊക്കെ ചോദിക്കാൻ പറ്റിയൊരു ചോദ്യമാണ്. നിങ്ങൾ ഇല്ലാത്ത സ്ഥലത്ത് അടി ഉണ്ടാക്കാനുള്ള ക്വസ്റ്റ്യൻ അല്ലേ ചോദിക്കുന്നത്? അത് അപ്പുറം ഇരിക്കുമ്പോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും അടി ഉറപ്പല്ലേ? എനിക്ക് രണ്ടുപേരും ഒരുപോലെയാണ്. ഒരാളെ ഇഷ്ടം കൂടുതൽ അങ്ങനെയൊന്നും ഇല്ല. പിന്നെ കല്യാണത്തിന് മുമ്പുള്ളതുപോലെയാണോ നാത്തൂൻസ് ഇപ്പോഴും? മീൻസ് സ്വഭാവം. കല്യാണത്തിന് മുമ്പുള്ള സ്വഭാവമാണ് നിങ്ങൾ ഇപ്പോഴും എൻ്റെ അടുത്തുനിന്ന്? ഞാൻ അന്നും ഇന്നും ഒരുപോലെ തന്നെ. ഒരുപാട് മാറി. കാരണം ഞങ്ങള് കല്യാണത്തിന് മുമ്പ് ചെറിയൊരു അകൽച്ച ഉണ്ടായിരുന്നു, ചെറിയ കുറച്ച് കാരണങ്ങൾ കൊണ്ട്. അത് മാറിയിട്ട് കല്യാണം കഴിഞ്ഞപ്പോ തന്നെ അതൊക്കെ ഓക്കെ ആയി. ഞാൻ അന്നും ഇന്നും ഒരുപോലെയാണ്. ഒരുപോലെ തന്നെ. അത് ഞാൻ എന്നോട് നല്ല എല്ലാരോടും അങ്ങനെ തന്നെയാണ്. പിന്നെ ലവ് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന സ്വഭാവം തന്നെയാണ് ഇപ്പോഴും ഹസ്ബൻഡും ഹസ്ബൻഡിന്റെ വീട്ടുകാരും? ലോങ് വീഡിയോസ് ചെയ്യണം കേട്ടോ. ഞങ്ങൾ പ്രേമിക്കുന്ന സമയത്ത് ഉള്ള സ്വഭാവം തന്നെയാണ് നിങ്ങളുടെ എല്ലാവരുടെയും ഹസ്ബൻഡിന്? ഞാൻ നിങ്ങളെ പ്രേമം അറിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത ആള് ഞാനാണ്. കാരണം എനിക്കിഷ്ടം ലവ് മാരേജ് ആണ്. ഞാൻ ലവ് മാരേജ് ആണ്. അതുകൊണ്ട് എനിക്കിഷ്ടവും അതാണ്. അതുകൊണ്ട് ഞാൻ എല്ലാത്തിനും സപ്പോർട്ടായിരുന്നു. ഞാൻ പറഞ്ഞു അന്ന് കുഴപ്പമുണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ കുഴപ്പമില്ല. എന്താ ഷിനാജിനെ കൂടുതൽ പുന്നാരിച്ച് നോക്കിയ ആളിതാണ്. എനിക്ക് അപ്പൊ ഒരു അതായത് അത്രയും നോക്കി വളർത്തിയ ആളല്ലേ. പെട്ടെന്ന് ഒരാളെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോ എനിക്ക് അത് അംഗീകരിക്കാൻ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ കുഴപ്പമില്ല, കല്യാണം കഴിഞ്ഞ ശേഷമൊക്കെ റെഡിയായി. ഇനിയിപ്പം അടുത്ത ക്വസ്റ്റ്യൻ വായിക്കാം. ഇത് പ്രത്യേകിച്ച് ഞാൻ ഇയാളുടെ പേര് പറയുന്നുണ്ട് കേട്ടോ. കാരണം എൻ്റെ നാത്തൂനെ ചോദിച്ചിട്ട് എൻ്റെ മിക്ക വീഡിയോസിലും കമന്റ്സ് വരുന്നുണ്ട്. അതുകൊണ്ട് റസീന എന്ന് പറഞ്ഞിട്ട് ഒരാളാണ്. ഷെംന നാത്തൂനെ ഞാൻ കണ്ടിട്ടുണ്ട്. നിസാർ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമ്പോൾ ഫയലിൽ ഉണ്ടായിരുന്ന റസീന ആണ് ഞാൻ. എനിക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. ഷിനാജിനെ കുറിച്ചൊക്കെ അന്ന് നീ പറഞ്ഞിട്ടുണ്ട്. കുറേ കാലങ്ങൾക്ക് ശേഷം കണ്ടപ്പോൾ സന്തോഷം തോന്നി. എന്നെ മനസ്സിലായോ? എന്തോ സുഫൈറത്ത്, റജീന ഇവരെയൊക്കെ കാണാറുണ്ടോ? ഇപ്പൊ നീ വർക്ക് ചെയ്യുന്നുണ്ടോ? നിന്നെ എങ്ങോട്ടാണ് കല്യാണം കഴിച്ചത്? ലൈവിൽ നീ ഉണ്ടാവോ? വായോ പ്ലീസ്. ഒരു വലിയ ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പം മറുപടി പറഞ്ഞു. ഞാൻ ഇവളിനോട് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു അത് ഫയലില്ല റസീനയാവുന്നു. കാരണം എൻ്റെ ഓർമ്മയിൽ 17 വർഷമായി ഞാൻ ആ ഹോസ്പിറ്റലിൽ നിന്ന് പോന്നിട്ട്. അപ്പൊ എൻ്റെ ഓർമ്മയിലുള്ളത് ഈ ഒരു ഫയലിലുള്ള ഒരു റസീന എന്നുള്ള ആള് മാത്രമാണ്. അപ്പൊ ഞാൻ ഇവളോട് പറഞ്ഞു അതാവും. എനിക്ക് പിന്നെ നമ്പർ ഒന്നും തരാൻ പറ്റൂല. കാരണം ഇവളോട് ഞാൻ പറഞ്ഞു കമന്റ് നമ്പർ കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പൊ പറ്റൂല എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ നമ്പർ തരാതിരുന്നത്. പിന്നെ കല്യാണം കഴിച്ചത് വണ്ടൂരാണ്. വർക്ക് ചെയ്യണില്ല. എന്തായാലും എന്നെ കണ്ടപ്പോൾ മനസ്സിലായി എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചതിൽ സന്തോഷമുണ്ട്. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ. 2 നാത്തൂമാരുടെ നെയിം എന്താണ്? പറ. 5 ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പൊ ഓരോ പേര് ഷംന. ഫെബിന. ഒരു വട്ടം പറഞ്ഞായിരുന്നു. മൂത്ത നാത്തുവിന്റെ വീട് പണി എന്തായി? പറഞ്ഞു. തറയൊക്കെ ഇട്ട് കിണറൊക്കെ കുത്തിയിട്ടുണ്ട്. ഇത് തുടങ്ങിയിട്ടില്ല. ബാക്കി തുടങ്ങിയിട്ടില്ല. ജസ്റ്റ് തറയിട്ട് വെച്ചിട്ട് മാത്രമേ ഉള്ളൂ. കുറെ പേര് പറയുന്നുണ്ട് ഷോർട്സിൽ കാണിക്കാമെന്ന്. എന്തായാലും ഞങ്ങളിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പോകും. അപ്പം ഞാൻ വീഡിയോ എടുത്തിട്ട് ആഡ് ചെയ്യാം വീഡിയോയിൽ. പിന്നെ 2 പേരിൽ ആരോടാണ് ഏറ്റവും കൂടുതൽ കമ്പനി? അങ്ങനെയൊന്നും ഇല്ല. 2 പേരോടും ഒരുപോലെയൊക്കെ തന്നെ കമ്പനി. എന്ത് കാര്യം ഉണ്ടെങ്കിലും ഇവളാണ് സപ്പോർട്ട്. പിന്നെ ആരാണ് ഏറ്റവും പാവം? ആരാണ്? അത് ആരോടാ ചോദിച്ചത്? നിങ്ങളോടാണ്? എന്നോടാണ് തോന്നുന്നത്. പറഞ്ഞു. ആരാണ് ഏറ്റവും പാവം ചോദിച്ചാൽ എന്താ, 2 പേരും പാവമാണ്. പിന്നെ ഓരോരുത്തരുടെ ക്യാരക്ടറും സ്വഭാവം സിറ്റുവേഷൻ അനുസരിച്ച് ഓരോരുടെ സ്വഭാവം മാറും. അങ്ങനെ 2 പേരും പാവമൊക്കെ തന്നെയാണ്. മൂത്ത നാത്തൂന് ആരുടെ കൂടെയാണ് സ്റ്റേ? ഞാനിപ്പോ ഹോസ്റ്റലിലാണ് താമസിക്കുന്നത്. വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് തന്നെ ഹോസ്റ്റലുണ്ട്, അവിടെയാണ് താമസിക്കുന്നത്. പിന്നെ മണ്ണാർക്കാട് എവിടെയാണ് ഹസ്ബൻഡിന്റെ വീടെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. മണ്ണാർക്കാട് കോട്ടോപ്പാടം മാളിക്കുന്നിലാണ്. അങ്ങനെ പറഞ്ഞാലേ മനസ്സിലാവത്തുള്ളൂ. തിരുവിഴാകുന്ന് റോഡ് മാളിക്കുന്നിലാണ്. കുറേ പേര് ചോദിക്കുന്നുണ്ട്. ഞാൻ അതിനൊക്കെ പറ്റുന്നതിനൊക്കെ റിപ്ലൈ കൊടുക്കുന്നുണ്ട്. പിന്നെ ചോദിക്കാനൊന്നുമില്ല. താത്താനെയും ഇക്കാക്കാനെയും ഒത്തിരി ഇഷ്ടമാണ്. മണ്ണാർക്കാട് ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. നിങ്ങളെപ്പോഴും സപ്പോർട്ട് ഉണ്ടാവും. ഗീവ് അവേ തരുമോ? ഗീവ് അവേ നമ്മൾ 100K അടിച്ചാൽ ഗീവ് അവേ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് എത്രയും പെട്ടെന്ന് തന്നെ 100K ആവട്ടെ. അപ്പോൾ നമ്മൾ ഗീവ് അവേ കൊടുക്കുന്നതായിരിക്കും. സ്കിൻ കെയർ പറയുമോ? നല്ല ക്ലീൻ ആണ് നിങ്ങളുടെ ഫേസ്. അതിൻ്റെ സീക്രട്ട് പറയുമോ? ഒരു സ്കിൻ കെയർ ഞാൻ ചെയ്യാറില്ല. എൻ്റെ സ്കിൻ അത്ര
ക്ലീൻ ഒന്നും അല്ല. കണ്ടില്ലേ, ക്ലീൻ ആണെന്ന് ചോദിച്ചാൽ കുരു ഒന്നും ഇല്ല, കുരു ഒന്നും അങ്ങനെ വരാറില്ല. അല്ലാതെ കണ്ണിന്റെ അടിയിൽ കറുപ്പും കുത്തും പാടും അതൊക്കെ എൻ്റെ മുഖത്തുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, നാത്തൂമാരിൽ ഏറ്റവും ഇഷ്ടം ആരാണ്? എല്ലാവർക്കും ഇത് ചോദിക്കാനേ നേരെയുള്ള ക്വസ്റ്റ്യൻ, എനിക്ക് ആൻസർ ഇല്ല. ഫുൾ നെയിംസ് വിത്ത് നാത്തൂൻ എന്നൊക്കെ പറഞ്ഞ്, നാത്തൂമാരുടെ ഗുഡ് ക്വാളിറ്റി അത് പറഞ്ഞ്, വീട്ടിൽ നാത്തൂൻ വന്നിട്ട് പോകും, വിശേഷം ഉണ്ടോന്ന്? ആർക്ക്? നിന്റെ പ്രസവം നിർത്തിയതാണെങ്കിൽ നമുക്ക് വിശേഷം ഉണ്ടാവണത്. ഇനി എനിക്ക് വിശേഷം ഉണ്ടാവുന്നതാണ്. അതാണാവോ എന്താ ചിലപ്പോ. നിലവിൽ ഇപ്പൊ വിശേഷമൊന്നും ആയിട്ടില്ല. എന്തായാലും ഞാൻ നിങ്ങളെ അറിയിക്കും. മൂത്ത നാത്തൂന്റെ ഹസ്ബൻഡ്, അത് ഞാൻ പറഞ്ഞ ഓൾറെഡി സെപ്പറേറ്റ് ആണ്. നാത്തൂന്മാരിൽ നിന്ന് സാഡായി എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ ചോദിച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ഓരോരുത്തരുടെയും ക്യാരക്ടറും അതൊക്കെ മാറും, നമ്മളോടുള്ള സമീപനവും. അത് എല്ലാവരും അങ്ങനെ തന്നെയല്ലേ. അപ്പൊ എന്തെങ്കിലും സങ്കടം വരുന്നതുണ്ടായാലും സന്തോഷം വരുന്നതുണ്ടായാലും അപ്പൊ തന്നെ ഞാൻ അവരോട് പറയും, അവരും എന്നോട് പറയും. അങ്ങനെ അല്ലാണ്ട് സങ്കടം ഉള്ളത് മനസ്സിൽ വെച്ച് നടക്കുന്ന ഒരിതില്ല. അതുകൊണ്ട് എനിക്ക് അതിന് പറയാനൊന്നുമില്ല. ഷിനാജിന്റെ ഉപ്പ എവിടെയെന്ന് അത് കുറേ പേര് ചോദിക്കുന്നുണ്ട്. ഞാൻ കുറെ പറഞ്ഞിട്ടുണ്ട്, അതിനെ പറ്റി നിങ്ങളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. ഞങ്ങളെ കുട്ടിക്കാലമായിട്ട് ഞങ്ങൾ ഉപേക്ഷിച്ചിട്ട് പോയതാണ്. ഇപ്പൊ അവന് ഷിനാജാണെങ്കിൽ 1 വയസ്സിലെങ്ങാണ്ട് കണ്ടതാണ്, അതിനുശേഷവും കണ്ടിട്ടില്ല. ഞങ്ങൾ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ഉപ്പ പോകുന്നത്. അതുകൊണ്ട് നമ്മുടെ കൂടെ ഇല്ല. ഉമ്മയാണ് പിന്നെ ഇവരെ വളർത്തി വലുതാക്കിയതും. പണിക്ക് പോയി ഉമ്മ. എന്റെ കല്യാണം, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടും പണിക്ക് പോകുന്നായിരുന്നു. ഇപ്പൊ എത്ര മാസമായി പണിക്ക് പോക്ക് നിർത്തിയിട്ട്? 5-6 മാസമായിട്ടുള്ള ഉമ്മ പണിക്ക് പോക്ക് നിർത്തിയിട്ട്. അതുവരെ ഉമ്മ പണിക്ക് പോകുമായിരുന്നു. പിന്നെ വീഡിയോയിൽ പറയാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ആ കാര്യം ഷെയർ ചെയ്യാഞ്ഞത്. ഇപ്പം ഷിനാജിന്റെ ഉപ്പ നമ്മുടെ കൂടെ ഇല്ല. പിന്നെ എങ്ങനത്തെ വീട് വെക്കാനാണ് ഇഷ്ടമെന്ന് ക്വസ്റ്റ്യൻ. അങ്ങനെ എങ്ങനത്തെ വീടൊന്നും ഇല്ല ഞങ്ങക്ക്. താമസിക്കാൻ പറ്റിയൊരു വീട്, സ്ഥല സൗകര്യമുള്ളൊരു വീട്, അത്രേ ഉള്ളു. നമുക്ക് നല്ലൊരു വീട് അത് മതി. അത്യാവശ്യത്തിന് എല്ലാവർക്കും നിൽക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു വീട്, അത്രേ ഉള്ളു. അടുത്തത്, ഫെബിന ഇത്തയുടെ മാരേജ് നോക്കുന്നില്ലേടാ? മിംസ് ഹോസ്പിറ്റലിൽ നിന്ന് പോന്നിട്ട് കുറെ ആയോ? അവിടെ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും, കൂടെ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ആയിരിക്കും ചോദിച്ചത്. അല്ല, കുറെ ആയില്ലേ, കല്യാണം നോക്കുന്നില്ലേന്ന് പറഞ്ഞു. കല്യാണം നോക്കുന്നില്ല, അതിനെ കുറിച്ച് പറഞ്ഞു. കല്യാണം നല്ലത് പറ്റിയത് വരികയാണെങ്കിൽ എന്തായാലും നടത്തും. പക്ഷെ ആൾക്ക് വലിയ താല്പര്യമൊന്നും ഇല്ല കേട്ടോ കല്യാണത്തിനല്ലേ. ആൾക്ക് ഇങ്ങനെ ഒറ്റക്ക് ജോലി ചെയ്തിട്ട് അങ്ങനെ സ്വന്തമായി ഫ്രീഡമായിട്ട് നടക്കാനാണ് ഇഷ്ടം. നോക്കുന്നുണ്ട്, നല്ലത് വരുവാണെങ്കിൽ നമ്മൾ നടത്തുന്നത്. ചെറിയതിന്റെ ഹസ്ബൻഡ് എവിടെയാണ്? അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, പറഞ്ഞോ. ചെറിയ ഹസ്ബൻഡ് സൗദിയിലാണ്. 16 വർഷമായി പോവാൻ തുടങ്ങിയിട്ട്. പ്രവാസിയാണ്. പ്രവാസിയാണ്. ഇപ്പോ 2 വർഷമാവാനായി. ഓഗസ്റ്റ് വന്നാൽ 2 വർഷമാവും. ഇൻഷാ അല്ലാഹ് അടുത്ത മാസം വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. വരട്ടെ. എന്നിട്ട് നമുക്ക് അളിയനെ കാണിച്ചു തരാൻ വേണ്ടിയാണ്. നിങ്ങളുടെ വീട് എവിടെയാണോ ഒന്ന് കാണാൻ നല്ല ആഗ്രഹമുണ്ട്. എന്റെ വീടോ? നമ്മുടെ മാളിക്കുന്നിലാണ് ഗൈസ്. ഞങ്ങളുടെ വീട് പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് വന്നിട്ട് കോട്ടോപ്പാടത്ത് വന്നിട്ട് അവിടെ നിന്ന് മാളിക്കുന്നിൽ വന്നാൽ മതി. അവിടെ മാളിക്കുന്നിൽ വന്നിട്ട് ആരോട് ചോദിച്ചാലും സൈനബാടെ പേരെ ചോദിച്ചാൽ ആര് ആണെങ്കിലും പറഞ്ഞു തരും. ആരാന്ന് വെച്ചാൽ വന്ന് നമ്മളെ കണ്ട ആഗ്രഹം തീർത്തോളും. അബൌട്ട് യുവർ ബ്രദർ പറഞ്ഞ നിങ്ങളുടെ ആങ്ങളെ പറ്റി എന്താണ് നിങ്ങക്ക് പറയാനുള്ളത്? പറഞ്ഞോ, നല്ലത് പറയാനുള്ളെങ്കിൽ നല്ലത് എന്താന്ന് പറഞ്ഞോ. എന്താ പറയാ, ആങ്ങളെല്ലേ ഉള്ളൂ. മോനെ എന്ത് കാര്യത്തിനും ഞങ്ങൾ ഫുൾ സപ്പോർട്ടാണ്. എന്ത് കാര്യത്തിനും മോനെ ഒരു ബുദ്ധിമുട്ടും ഇന്നേ വരെ ഞങ്ങൾ അറിയിച്ചിട്ടില്ല. ഇതുപോലെ കല്യാണ കാര്യത്തിലായാലും ഓനെ ഒരു ബുദ്ധിമുട്ടും ഞങ്ങൾ അറിയിച്ചിട്ടില്ല. എല്ലാ കാര്യത്തിനും ഞാനും ഇവളുമാണ് മുന്നിലും പിന്നിലും ഉണ്ടായത്. പൈസന്റെ കാര്യത്തിലായാലും എല്ലാ കാര്യങ്ങളും ഞങ്ങൾ അറിയിച്ചിട്ടില്ല ഓനെ. ഞങ്ങള് രണ്ടാളും നല്ലോണം ബുദ്ധിമുട്ടിയാണ് വളർന്നത്. എല്ലാ കഷ്ടപ്പാടുകളും അനുഭവിച്ചിട്ടാണ് വളർന്നത്. പക്ഷെ ഓൻ ജനിച്ചതിന് ശേഷം ഞങ്ങൾക്ക് വല്ലാതെ കഷ്ടപ്പാടുകളൊന്നും ഉണ്ടായിട്ടില്ല. ഉമ്മ ജോലിക്ക് പോയിട്ടാണെങ്കിലും ഓനെ ഞങ്ങൾ കഷ്ടപ്പാടൊന്നും അറിയിക്കാതെ വളർത്തി. അപ്പൊ അതാണ് ബ്രദറിനെ കുറിച്ച് പറയാനുള്ളത്. വണ്ടൂർ ആരുടെ വീടാണ്? വണ്ടൂർ എന്റെ വീടാണ്. വണ്ടൂര് നടുവത്താണ് വീട്. അവിടേക്കാണ് കല്യാണം കഴിച്ചത്. പിന്നെ നാത്തുമാർക്ക് സ്വന്തമായിട്ട് വീടൊക്കെ ഉണ്ടോ? അടുത്ത ക്വസ്റ്റ്യൻ. എനിക്ക് വീടുണ്ട് സ്വന്തമായിട്ട്. കല്യാണം കഴിഞ്ഞിട്ട് 17 വർഷമായി. കല്യാണം കഴിഞ്ഞിട്ട് 17 വർഷമായി. സ്വന്തമായി വീട് വെച്ചിട്ട് 10 വർഷമായി. 10 വർഷമായി. ഇത് വീട് പണി തുടങ്ങി, തറയിട്ട് വെച്ചിട്ടുണ്ട്. ബാക്കി ഇൻഷാ അല്ലാഹ് ഉടനെ തുടങ്ങും, നമ്മുടെ കയ്യിൽ പൈസ ഉള്ളതിനനുസരിച്ചിട്ട്. പിന്നെ വന്ന ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാല്, കുറെ പേര് ആ ക്വസ്റ്റ്യൻ തന്നെ പിന്നെയും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇൻസ്റ്റാഗ്രാമിലാട്ടോ വന്നത്. ഞാൻ യൂട്യൂബിലോട്ട് ഫസ്റ്റ് ടൈം വന്നപ്പോഴത്തേക്ക് ഇവർക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. അതായത് കല്യാണത്തിന് മുമ്പും കല്യാണത്തിന് ശേഷവും
ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് തുടങ്ങിയതാണല്ലോ യൂട്യൂബ്. അപ്പോൾ ഇവർക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടാ, ഇവരെല്ലാവരും സപ്പോർട്ട് നിൽക്കുന്നുണ്ടാ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്, ഉമ്മ സപ്പോർട്ടാണ്, ഇവർ സപ്പോർട്ടാണ്, അത് ഇവർക്ക് ഇഷ്ടമില്ലാതെയാണ് ഞാൻ ചെയ്യുന്നത്, അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പം അതിന് നിങ്ങൾ തന്നെ ആൻസർ പറഞ്ഞു, അതായിരിക്കും നല്ലത്. ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടങ്ങളാണ്, അതിനൊന്നും നമ്മൾ ആരും ഒരു അഭിപ്രായം പറയില്ല. പിന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങി വിചാരിച്ചുകൊണ്ട് അതുകൊണ്ട് ഒരു കുഴപ്പവും ഞാൻ കാണുന്നില്ല. പിന്നെ ഞങ്ങളെ കഴിവിന്റെ പരമാവധി ഞങ്ങളും ഹെൽപ്പ് ചെയ്ത് കൊടുക്കലുണ്ട്. ഇമ്മയാണെങ്കിലും തന്നെ എല്ലാം ചെയ്തു കൊടുക്കും. ഉമ്മ പരമാവധി എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യും. എനിക്കിപ്പോൾ വീഡിയോ എടുക്കണമെങ്കിൽ ഞാൻ മേമാടെ അവിടെ പോയിട്ടായിരിക്കും എടുക്കുന്നത്. അപ്പം എനിക്ക് പെട്ടെന്ന് പോകേണ്ട അവസരങ്ങളിൽ നമ്മളൊരു മരുമകളാണല്ലോ, മരുമകളുടേതായ കടമകളുണ്ടല്ലോ, അപ്പോൾ ഇട്ടെറിഞ്ഞ് പോകാനൊക്കെ ഒരു ടെൻഷൻ കാണുമല്ലോ. പക്ഷെ എനിക്ക് അങ്ങനെയൊന്നും ഇതുവരെ തോന്നിയിട്ടില്ല. കാരണം ഉമ്മ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് എനിക്കിപ്പോൾ വീഡിയോ എടുക്കണം തോന്നി ഞാനപ്പോൾ എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ പോലും ഞാനത് ഇട്ടിട്ട് പോകും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. ഉമ്മ എന്നൊന്നും പറയത്തുമില്ല, സപ്പോർട്ടാണ്. ഇവരെല്ലാവരും നല്ല സപ്പോർട്ടാണ്. കല്യാണത്തിന് മുമ്പും ശേഷവും ഒക്കെ എൻ്റെ വീട്ടുകാരാണെങ്കിലും ഇവിടെ ഉള്ളവരാണെങ്കിലും നല്ല സപ്പോർട്ടാണ്. പ്രശ്നമൊന്നുമില്ല, ആർക്കും ഒരു പ്രശ്നമില്ല. ഞാൻ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നതിലും ഇൻസ്റ്റയിൽ വീഡിയോ ചെയ്യുന്നതിലും പിന്നെ നമ്മൾ മാന്യമായിട്ടുള്ള വീഡിയോസ് ആണല്ലോ ചെയ്യുന്നത്. നമ്മുടെ ലൈഫ് എന്താണോ അതാണ് യൂട്യൂബിലൂടെ കാണിക്കുന്നത്. നമ്മളല്ലാണ്ട് കള്ളത്തരങ്ങളൊന്നും കാണിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല, സപ്പോർട്ടാണ്, വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല. പിന്നെ പറഞ്ഞാല് എവിടെയെങ്കിലും പോയാലും ഇപ്പോൾ ആദ്യത്തെ മാതിരിയല്ല, ഇവിടെ കൂടെ പോകുമ്പോൾ എല്ലാവരും തിരിച്ചറിയും, ചോദിക്കും. അപ്പോൾ അതൊക്കെ ഒരു സന്തോഷമാണ്. ഈ യൂട്യൂബ് ചാനൽ വഴി അങ്ങനെയൊക്കെ ആൾക്കാർ അറിയാന്ന് പറയുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ എന്തായാലും. പിന്നെ ഇവരെ വീഡിയോസിൽ കണ്ടില്ലെങ്കിൽ ഇവരെവിടെ ഇവർ പോയാ അങ്ങനെയൊക്കെ ചോദിക്കും. എല്ലാവരുടെ വിശേഷങ്ങളും കമന്റിലൂടെ ഇങ്ങനെ ചോദിക്കും. അതൊക്കെ കാണുമ്പോൾ സന്തോഷം. ഓരോ ദിവസം വീഡിയോ ഇടുമ്പോൾ തന്നെ എന്റെ ആൾക്കാർ മെസ്സേജ് അയക്കും, എന്താ വരാന്ന് പരിപാടിക്ക്. അതായത് നമ്മുടെ ഫാമിലിയിൽ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ ഫെബിനാത്തൊക്കെ വരാൻ പറ്റത്തില്ല, കാരണം ലീവിന്റെ ഇഷ്യൂസ് ഉള്ളത് കൊണ്ട്. അപ്പൊ ഇങ്ങനെ ആളോട് എന്നെ ചോദിക്കും എന്താ പരിപാടിക്ക് കൂടാൻ. അപ്പൊ അത് വീഡിയോ കണ്ടിട്ടല്ലേ. അപ്പൊ അങ്ങനെയൊക്കെ. അപ്പൊ അതൊക്കെ തന്നെ പറയാനുള്ളൂ. ക്വസ്റ്റ്യൻസ് ഓൾമോസ്റ്റ് കഴിഞ്ഞൊന്നും പറയാൻ പറ്റത്തില്ല. 10-60-100 ക്വസ്റ്റ്യൻസ് വന്നതിൽ വേണ്ടത് മാത്രം കുറച്ച് മാത്രം എടുത്തിട്ടാണ് ഇപ്പം ഞാൻ ചെയ്തത്. ലൈറ്റിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എൻ്റെ കോലം മഴ നനഞ്ഞ കോഴീനെ പോലെയാണ്. നമുക്ക് പിന്നെ വേറെ ഒരു സമയമില്ല. നാളെ ഫെബിനാത്ത തിരിച്ചു പോകും, രാവിലെ തന്നെ പോകും. പിന്നെ വീഡിയോ എടുക്കാൻ നമുക്ക് വേറെ ടൈമില്ലാത്തത് കൊണ്ടാണ് ഇപ്പം തന്നെ എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ക്വസ്റ്റ്യൻസ് ഇത്രേ ഉള്ളു. വീഡിയോ നമ്മളിവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. പിന്നെ ഉമ്മയായിട്ട് Q&A ചെയ്യുന്ന കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. ഉമ്മ വീഡിയോയിൽ ഇരിക്കുമെന്നൊന്നും എനിക്ക് ഉറപ്പില്ല. ആൾക്ക് വീഡിയോ ഞാൻ ചെയ്യുന്നതും കാണാനൊക്കെ ഇഷ്ടമാണ്, വീഡിയോയിൽ വരാനും ഇഷ്ടമാണ്. പക്ഷേ ഞാൻ ഉമ്മയാണ്. ചോദിച്ചു നോക്കാം, ഉമ്മ വരുമെങ്കിൽ ഉമ്മയായിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്യാം. അപ്പം എന്തായാലും വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം.